ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്ര മണത്തണ ഗ്രാമത്തിലേക്കാണ്. കണ്ണൂരിൽ നിന്നും മണത്തണയിലേക്ക്. മണത്തണ ഒരു വിശേഷപ്പെട്ട ചടങ്ങ് നടക്കുകയാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത് കാണുന്നത് കുണ്ടയൻ മഹാവിഷ്ണു ക്ഷേത്രമാണ്. അതായത് കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായ കുണ്ടയൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇവിടെ ഇന്നൊരു ചടങ്ങുണ്ട്. അതായത് ഹിന്ദു സമുദായത്തിലെ ഗോത്രവർഗ്ഗക്കാരായ പണിയ സമുദായക്കാരുടെ ശബരിമല യാത്ര കെട്ടുനിറയാണിന്ന്. ഇന്നും നാളെയായിട്ട് 2 ദിവസം ആയിട്ട് കെട്ടുനിറയായിരിക്കും. അപ്പോൾ അത് കാണാനാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളിലേക്കാണ് നമ്മൾ പോകുന്നു. ഇത് മൊത്തം ഈ മണത്തണ ഗ്രാമത്തിൽ വസിക്കുന്ന പണിയ സമുദായത്തിലുള്ള ആൾക്കാർ മാത്രമാണ്. അവരൊരുമിച്ച് ഉള്ള യാത്രയാണ്. ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 64-65 ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്നും നാളെയായിട്ടാണ് കെട്ടുനിറ. അപ്പോൾ നമുക്ക് ഇവരുടെ ഗുരുസ്വാമിയായ ഗോപിയേട്ടനുമായിട്ട് സംസാരിക്കാം. കെട്ടുനിറയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം നിരനിരയായി വെച്ചിട്ടുണ്ട്. ഇനി ഗുരുസ്വാമി കെട്ട് നിറച്ചു കൊടുക്കും. അതിനുശേഷം ഒരുമിച്ച് ആണ് നാളെ വൈകിട്ടാണ് യാത്ര തിരിക്കുക. ഇവരുടെ ഇപ്പോഴത്തെ ഗുരുസ്വാമിയായ ഗോപിസ്വാമി. അപ്പോൾ എത്ര മണിക്കാണ് കെട്ടുനിറ? 8 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 2 മണി വരെ. എത്ര ആൾ കെട്ടാറുണ്ട്? 35 ആൾ കെട്ടാറ്. അത് കഴിഞ്ഞിട്ട് നാളെ ഉണ്ട്. നാളെ മൊത്തം നമ്മൾ 67 ആളാണ് മലക്ക് പോകുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ചാ പോവാ? ബസ്സിലാ പോവാ? അത് ശരി. ബസ്സെല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞു? അത് ശരി. ഇത് ഈ മണത്തണ ഗ്രാമത്തിലുള്ള ആൾക്കാരെ ഉണ്ട് കേട്ടോ. നാളെ എത്ര മണി വരെ? ഒരു 12-1 മണി വരെ നാളെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഘോഷയാത്രയായിട്ട് ചപ്പാരത്തിലേക്ക്. ആ ശരി. അവിടുന്നാണ് നിങ്ങൾ ബസ് അവിടെ ഉണ്ടാവുക? അപ്പൊ അത് ശരി. എല്ലാവരും ഒരുമിച്ച്. അതൊരു കാണാനൊരു സംഭവം തന്നെ. എത്ര വർഷമായി പോകുന്നു? ഞാൻ 42 വർഷം. 42 വർഷമായി. നിങ്ങളെല്ലാം ഒരേ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ? ഇത് നിങ്ങൾ പണിയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് അല്ലേ? ഇവർ ഗുരുസ്വാമിയാ? ഏറ്റവും മൂത്ത ഗുരുസ്വാമി അല്ലേ? ഇവരുടെ പേര് ശങ്കർ സ്വാമി. ഇവരും മണത്തനെ? ഇവരും മല കയറും? എത്ര വയസ്സായി ഇവർക്ക്? 90 വയസ്സുണ്ട്. മല കയറും? പോകുന്നില്ല. ഇപ്രാവശ്യം പോകുന്നില്ല. ഞാൻ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഓ അതെയോ. ഇപ്രാവശ്യം പോകുന്നില്ല അല്ലേ? ഇപ്പൊ 90 വയസ്സായി. ഇപ്പൊ സ്വാമിയാണ്, മാലയിട്ടിട്ടുണ്ട്. വ്രതത്തിലാന്ന്. ഇവര് പോയി വരുന്നവരെ വ്രതത്തിൽ. ഇവരാണ് വാദ്യക്കാർ. ഇവരെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. കെട്ടുനിറക്കുള്ള സാമഗ്രികളെല്ലാം ഈ മണ്ഡപത്തിൽ നിരനിരയായി വെച്ചിരിക്കുന്നത്. ഈ സമയം ക്ഷേത്രത്തിൽ പൂജ നടക്കുകയാണ്. പൂജ കഴിഞ്ഞ ഉടൻ തന്നെ ഇവർ കെട്ടുനിറ സ്റ്റാർട്ടാകുന്നതായിരിക്കും. നമ്മളെ ഹിന്ദു മതത്തിൽപ്പെട്ട പണിയ സമുദായക്കാരുടെ കെട്ടുനിറയാണ്. അതായത് ശബരിമല പോകാൻ വേണ്ടിയിട്ടുള്ള കെട്ടുനിറയാണ്. ഏകദേശം ഒരു 64 പേരുടെ കെട്ടുനിറയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വളരെ ഗംഭീരമായ ഒരു ചടങ്ങാണ്. കെട്ടുനിറ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഘോഷയാത്രയായി ഇവിടെ നിന്ന് ചപ്പാരം ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കും. മണത്തണയാണ് സ്ഥലം. അതായത് കണ്ണൂർ ജില്ലയിൽ പേരാവൂർ പഞ്ചായത്തിൽ മണത്തണ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടുന്ന് കെട്ടുനിറച്ചതിന് ശേഷം മണത്തണ ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായി പോയതിന് ശേഷം അവിടെ നിന്നാണ് ഇവർ 64 പേരും ഒരുമിച്ച് ഒരു ബസ്സിൽ ശബരിമലയിലേക്ക് യാത്ര തിരിക്കുക. അപ്പോൾ അതിൻ്റെ ആദ്യ ചടങ്ങായ കെട്ടുനിറയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, കുണ്ടയൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണുള്ളത്. മണത്തണയാണ് സ്ഥലം. ഈ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു നമ്മുടെ വിവാഹം. 1992 സെപ്റ്റംബർ 13 നമ്മുടെ കല്യാണം ഈ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള മണ്ഡപത്തിൽ വെച്ചായിരുന്നു നമ്മളെ കല്യാണം. അതിൽ ഏറ്റവും ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ചിന്തിക്കാനും പോലും പറ്റില്ല. ഒരു 1.5 കിലോമീറ്റർ ദൂരത്ത് നടന്നിട്ടാണ് നമ്മൾ വരുന്നത്. 1.5 കിലോമീറ്റർ, ഏകദേശം 1.5 കിലോമീറ്റർ നടന്ന് കാൽനടയായി വന്ന് ഇവിടുത്തെ മണ്ഡപത്തിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് കാൽനടയായി വീട്ടിലേക്ക് പോയതിന് ശേഷം ഭക്ഷണം എല്ലാവർക്കും വീട്ടിലാണ്. അപ്പോൾ അത്രയും ദൂരം നടന്നിട്ടാണ് വന്നത്. അന്ന് വാഹന സൗകര്യങ്ങളും വളരെ കുറവായിരുന്നു. അന്ന് വാഹനങ്ങളൊന്നും എടുത്ത് ആരും വന്നിട്ടില്ലായിരുന്നു. എല്ലാവരും കാൽനടയായി വീട്ടിൽ നിന്ന് ഇവിടെ വരെ വന്നു കാൽനടയായി തിരിച്ചുപോയി. കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഒരു ഉപക്ഷേത്രമായ കുണ്ടയൻ മഹാവിഷ്ണു ക്ഷേത്രം. മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ. അപ്പോൾ ഇന്നിവിടെ ഒരു
കെട്ടുനിറ, ഒരു വ്യത്യസ്തമായ കെട്ടുനിറയാണ്. നമ്മുടെ സമുദായത്തിലെ ഗോത്ര വിഭാഗത്തിൽ വരുന്ന പണിയറിയാണ്. അവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് യാത്ര പോകുന്നത്. ഏകദേശം ഒരു 64 പേരുടെ ഒരു സംഘമായിട്ടാണ് ഇവിടുന്ന് ഘോഷയാത്രയായിട്ട് അപാരം ഭഗവതി ക്ഷേത്രത്തിലേക്ക് കാൽനടയായി പോകും. വാദ്യഘോഷത്തോടു കൂടി അവിടെ പോയി അവിടെ നിന്നാണ് ഇവർ ബസ്സിൽ ശബരിമലയ്ക്ക് പുറപ്പെടുന്നത്. അപ്പോൾ വലിയ വാദ്യഘോഷത്തോടു കൂടിയുള്ള ഒരു യാത്രയായിരിക്കും. അടിപൊളിയായിരിക്കും, കെട്ടുനിറ അടിപൊളിയായിരിക്കും. കുണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മണ്ഡപമാണ്, കല്യാണ മണ്ഡപം. ഇവിടെ വെച്ചായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വിവാഹം നടന്ന മണ്ഡപം. അവിടെ വെച്ചാണ് ഇപ്പോൾ ഈ കെട്ടുനിറ നടക്കുന്നത്. കെട്ടുനിറക്ക് മുന്നോടിയായിട്ടുള്ള പൂജയാണ്, ഇവരുടേതായ പൂജയാണ് നടക്കുന്നത്. ഒരു വെത്തൽ വെച്ച് അതിലൊരു നാണയം വെച്ച് ദക്ഷിണ അല്ലേ. പൂജ കഴിഞ്ഞതിന് ശേഷം ഗുരുസ്വാമിമാരായ ശങ്കർസ്വാമിയും ഗോപിസ്വാമിയുടെ നേതൃത്വത്തിൽ മറ്റുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. ഈ ശങ്കർസ്വാമിയും ഗോപിസ്വാമിയും ജ്യേഷ്ഠനും അനുജനുമാണ്. ഇവരുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങൾ കംപ്ലീറ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കെട്ട് നിറച്ചതിന് ശേഷം എല്ലാവരുടെയും ഇരുമുടി കെട്ടുകൾ നിരനിരയായി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി ഗുരുവിന് ദക്ഷിണ കൊടുത്തതിനായി തിരക്ക് കൂട്ടുന്നവരെയാണ് നമ്മൾ കാണുന്നത്. ഇത് 2 ഗുരുസ്വാമിമാർക്കും ദക്ഷിണ കൊടുക്കുന്ന രംഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഗുരുസ്വാമിമാർക്ക് ദക്ഷിണ കൊടുത്തതിന് ശേഷം ഗുരുസ്വാമിയായ ഗോപിസ്വാമി കർപ്പൂരം കത്തിച്ച് എല്ലാ ഇരുമുടിക്കെട്ടുകൾക്കും ആരതി ഒഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർക്കായി ഇരുമുടിക്കെട്ട് തലയിൽ വെച്ച് കൊടുത്തതിന് ശേഷം വരിവരിയായി അവർ തേങ്ങ ഉടച്ചതിന് ശേഷമാണ് ഇവിടുന്ന് യാത്ര തിരിക്കുക.
ഗുരുസ്വാമി ഓരോരുത്തർക്കായി ഇരുമുടിക്കെട്ട് തലയിൽ വെച്ച് കൊടുത്ത് ഓരോരാളായി അവിടുന്ന് നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവരുടെ കൂട്ടത്തിൽ 6 വയസ്സുള്ള ചെറിയ കൊച്ചു കുട്ടികൾ മുതൽ 80 വയസ്സുള്ള മുതിർന്ന ആൾക്കാർ വരെയുണ്ട്. ഒറ്റ ഗോത്രത്തിൽപ്പെട്ട ഏകദേശം 67 പേരടങ്ങുന്ന ഒരു സംഘമാണിത്. ഇതിൽ സ്ത്രീകളും പുരുഷന്മാരും ചെറിയ കുട്ടികളും പ്രായമുള്ളവരും എല്ലാവരും ഒരുമിച്ച് ഒരു ഒത്തൊരുമയോടുകൂടി പോകുന്ന അതിമനോഹരമായ ഒരു രംഗമാണിത്. അതിലുള്ള ആൾക്കാരാണിത്. ഏകദേശം 67 പേരടങ്ങുന്ന ഒരു സംഘം. മണത്തണയില്ല പണിയ സമുദായത്തിൽപ്പെടുന്നവരാണ് ഈ കാണുന്നവരെല്ലാവരും. ഗുരുസ്വാമിയുടെ ഇരുമുടിക്കെട്ടാണ് തലയിലേറ്റുന്നത്. എല്ലാവരും ചേർന്ന് ഗുരുസ്വാമിയുടെ ഇരുമുടിക്കെട്ട് തലയിലേറ്റുന്ന ഒരു രംഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ മനോഹരമായ ദൃശ്യം കാണുവാൻ വേണ്ടി വന്നിട്ടുള്ള ഇവരുടെ കുടുംബാംഗങ്ങളാണ് ഈ കാണുന്നവരെല്ലാവരും. ബന്ധുക്കളായി വന്നവരിൽ സ്ത്രീജനങ്ങൾ എല്ലാവരും തന്നെ പൊട്ടിക്കരയുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത്രയധികം ഭക്തി നിർഭരമായ ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്.
കന്നി അയ്യപ്പന്മാരായ ഈ ചെറിയ കുട്ടികളുടെ ഇരുമുടിക്കെട്ട് തലയിലേന്തി അമ്മമാർ കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോകുന്ന ഭക്തി നിർഭരമായൊരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. മുന്നിൽ ഗുരുസ്വാമി, അതിന് പിന്നിലായി കന്നിസ്വാമിമാർ എല്ലാവരെ കൊണ്ടും ഗണപതിക്ക് തേങ്ങ ഉടച്ചതിന് ശേഷമാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. വളരെയധികം ഭക്തി നിർഭരമായ ഒരു കാഴ്ചയാണിത്. കന്നിസ്വാമിമാരെ കെട്ടിപ്പിടിച്ച് അമ്മമാർ പൊട്ടിക്കരയുന്നുണ്ട്. അവരുടെ മക്കളെ ആദ്യമായി ശബരിമലയിലേക്ക് അയക്കുന്ന ഒരു അതിമനോഹരമായ ഹൃദയസ്പർശിയായ ഒരു രംഗമാണിത്. അയ്യപ്പന്മാർക്ക് യാത്ര തിരിക്കാനുള്ള ബസ് ഇപ്പോൾ ശ്രീ ചെപ്പാരം ഭഗവതി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രനടയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ബസ്സിലാണ് അയ്യപ്പ ഭക്തർ യാത്ര ചെയ്തിരിക്കുന്നത്. കുണ്ടയൻ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിച്ച അയ്യപ്പ ഭക്തർ കാൽനടയായി ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ് ഇപ്പോൾ. ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര ദർശനം നടത്തി അവിടെയും തേങ്ങ ഉടച്ചതിന് ശേഷം അയ്യപ്പ ഭക്തർ എല്ലാവരും ഇവിടെ നിന്നും ശബരിമലയിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നതായിരിക്കും. ഇവർക്ക് യാത്ര ചെയ്യാനുള്ള ബസ് എത്തിക്കഴിഞ്ഞു.
എനിക്കറിയാം ഞാൻ കംപ്ലീറ്റ് വീഡിയോ